പ്രിയപ്പെട്ട തല ഇതൊരൽപ്പം കടന്നുപോയി. ധോണിയെ വിമർശിച്ച് മുൻ താരങ്ങളും CSK ആരാധകരും. ഹായ് ഫ്രണ്ട്സ്, സീക്ക് സ്പോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു സഹകരിക്കുക. IPL മഹേന്ദ്ര സിംഗ് ധോണിയുടെ പുതിയ ബാറ്റിംഗ് സ്ഥാനത്തെ ചൊല്ലി ക്രിക്കറ്റ് ലോകത്തെ ചൂടുള്ള ചർച്ച നടക്കുകയാണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരായ മത്സരത്തിൽ 9ാം നമ്പറിലാണ് താരമെത്തിയത്. കളിക്കളത്തിൽ മോശമാക്കിയില്ല പ്രകടനം എങ്കിലും പുറത്ത് മുൻ താരങ്ങളും ആരാധകരും ഇതിനെതിരെ രംഗത്തെത്തുകയാണുണ്ടായത്. 16 പന്തിൽ 30 റൺസാണ് ധോണി മത്സരത്തിൽ ബാംഗ്ലൂരിനെതിരെ അടിച്ചെടുത്തത്. 3 4-ഉം 2 6-ഉം ഇന്നിംഗ്സിലുണ്ട്. എന്നാൽ മത്സരത്തിൽ ചെന്നൈ 50 റൺസിന് തോൽക്കുകയാണുണ്ടായത്. മത്സരശേഷം ക്രിക്കറ്റ് ലോകത്തും സാമൂഹ്യ മാധ്യമങ്ങളിലും ബാറ്റിംഗ് ഓർഡറിലെ ധോണിയുടെ പുതിയ റോൾ ചർച്ചയാവുകയുണ്ടായത്. ഒരുപാട് പേർ ട്രോളുമായി രംഗത്തെത്തി. അശ്വിന് മുൻപേ ധോണി ഇറങ്ങണമെന്നായിരുന്നു നിലപാട്. ഭൂരിഭാഗം ആളുകളുടെയും നിലപാടും ഇതുതന്നെയായിരുന്നു. മുൻ ഇന്ത്യൻ താരങ്ങളും സ്വീകരിച്ചത് ഇതേ നിലപാട് തന്നെയായിരുന്നു. ചെന്നൈയുടെ മുൻ താരം കൂടിയായ സുരേഷ് റെയ്ന, ഇന്ത്യൻ മുൻ താരം ആകാശ് ചോപ്ര എന്നിവർ ഈ അഭിപ്രായം തുറന്നു പറഞ്ഞു. ധോണിയെ നേരത്തെ ഇറക്കാത്തതിനെതിരെ സഞ്ജയ് ബംഗാറും രംഗത്തെത്തി. ധോണി വൈകിയെ ഇറങ്ങിയതിനെ തുടർന്ന് മുൻ ഇന്ത്യൻ ഓപ്പണർ സേവാഗ് കളിയാക്കുകയാണുണ്ടായത്. ഒന്നുകിൽ ധോണി ബാറ്റിംഗ് ഓർഡറിൽ നേരത്തെ ഇറങ്ങണമെന്നും അല്ലെങ്കിൽ ചെന്നൈ ബാറ്റർമാരുടെ പെട്ടെന്ന് പുറത്താകണമെന്നും സേവാഗ് കളിയാക്കിയതായി പറഞ്ഞു. മനോജ് തിവാരി, റോബിൻ ഉത്തപ്പ, ഇർഫാൻ പത്താൻ തുടങ്ങിയ മുൻ താരങ്ങളും ബാറ്റിംഗ് ഓർഡറിൽ താഴോട്ടിറങ്ങിയതിനെതിരെ പ്രതികരണവുമായി എത്തുകയായിരുന്നു. ആദ്യ കളിയിൽ മുംബൈക്കെതിരെ 8ാമനായാണ് ധോണി ഇറങ്ങിയത്. എന്നാൽ ബാംഗ്ലൂരിനെതിരെ 16ാം ഓവറിലാണ് ക്രീസിലെത്തിയത്. അശ്വിൻ പുറത്തായതിനു ശേഷമായിരുന്നു ടീമിന്റെ മുൻ ക്യാപ്റ്റൻ കൂടിയായ താരത്തിന്റെ വരവ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായം കുറച്ചുകൂടി നേരത്തെ ധോണി ഇറങ്ങണം എന്ന് തന്നെയായിരുന്നു. അല്ലെങ്കിൽ ബെറ്റർ റിട്ടയർ ചെയ്തു പോവുക എന്നുള്ളത് തന്നെയാണ്. റിട്ടയർ ചെയ്യാൻ പറയുന്നില്ല, വിമർശനങ്ങൾക്ക് വഴി തെളിയിച്ചേക്കാം. അദ്ദേഹം മികച്ച പ്ലെയർ തന്നെയാണ്. പക്ഷേ ടീമിൻ്റെ ആവശ്യം പരിഗണിച്ച് കുറച്ചുകൂടി നേരത്തെ ഇറങ്ങണമെന്നായിരുന്നു തന്നെയായിരുന്നു എൻ്റെ അഭിപ്രായം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. ബൈ.